ലഡാക്കിന്റെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ടതാണ് നുബ്ര താഴ്വരയും ഡിസ്കിത് ബുദ്ധവിഹാരവും. ലേയിൽ നിന്നും രാവിലെ 9 മണിക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. കൂടെയുള്ളത് മലയാളിയും ട്രാവൽ ഗൈഡുമായ സുധീഷ്. യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ലഡാക്ക് സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികൾക്ക് ഒരു കൈത്താങ്ങാണ് സുധീഷും ഭാര്യ ജോഷ്ണയും. ലേയിൽ നിന്നും ദുർഘടമായ മലമ്പാതകളിലൂടെ സഞ്ചരിച്ച് ലോകത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ മൗണ്ടൻ പാസ് ആയ ഖർദുങ്ലായും കടന്നുവേണം നുബ്ര താഴ്വരയിൽ എത്തിച്ചേരുവാൻ. ദുർഘടമായ മലമ്പാതകൾ താണ്ടിക്കഴിഞ്ഞാൽ മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങളിലൂടെയാണ് പിന്നീട് ദീർഘനേരം യാത്ര. സിന്ധു നദീതടത്തെയും ഷിയോക് നദീതടത്തെയും ബന്ധിപ്പിക്കുന്ന മൗണ്ടൻ പാസ് ആണ് ഖർദുങ്ല. സിയാച്ചിൻ ഹിമാനിയിലേക്കും നുബ്ര താഴ്വരയിലേക്കുമുള്ള കവാടം കൂടിയാണ് ഈ ചുരം. 1976 നിർമ്മാണം ആരംഭിച്ച് 1988 പൊതുഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്ത ഈ റോഡ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നിയന്ത്രണത്തിലാണ്. സിയാച്ചിനിലേക്കുള്ള റോഡ് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമാണ് ഖർദുങ്ല. ഖർദുങ്ലായിൽ നിന്ന് 105 കിലോമീറ്റർ അകലെയുള്ള കൊച്ചു പട്ടണമാണ് തക്ഷ. സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്കും നുബ്ര താഴ്വരയിലേക്കുമുള്ള ജംഗ്ഷനാണ് തക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. തക്ഷയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ് സിയാച്ചിൻ ബേസ് ക്യാമ്പ്. ഖർദുങ്ലായിൽ നിന്നും 105 കിലോമീറ്റർ ദൂരമുണ്ട് തക്ഷ എന്ന കൊച്ചു പട്ടണത്തിലേക്ക്. അവിടെ നിന്നാണ് നുബ്ര വാലിയിലേക്ക് തിരിയുന്നത്. നുബ്ര വാലി എത്തുന്നതിന് മുമ്പ് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രമാണ് ഡിസ്കിറ്റ് മൊണാസ്ട്രി. ബുദ്ധമതത്തിലെ ഗെലുപ്പ വിഭാഗത്തിന്റെ സ്ഥാപകനായ സോങ്ഖാപ്പയുടെ ശിഷ്യനായ ചാങ്സം സറാബ് സാങ്പോ നിർമ്മിച്ചതാണ് ഈ ബുദ്ധവിഹാരം. ഏകദേശം 14ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ദുഖാങ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ മന്ദിരത്തിൽ കിരീടമണിഞ്ഞ ബുദ്ധൻ എന്ന് അർത്ഥം വരുന്ന ചോ റിംപോച്ചയുടെ പ്രതിമയും ഒപ്പം ബൗദ്ധ പാരമ്പര്യത്തിലെ നിരവധി ദേവതകളുടെ പ്രതിമകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ടിബറ്റിലെ തഷിൽ ഹുൻപോ മൊണാസ്ട്രി, മറ്റ് നിരവധി ആരാധനാലയങ്ങൾ എന്നിവയെ ചിത്രീകരിച്ചിരിക്കുന്ന ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമാണ് ഡിസ്കിറ്റിലെ ചുമരുകൾ. നുബ്രയിലെ ബുദ്ധമത വിശ്വാസികളുടെ മുഖ്യ ലാമയുടെ ഔദ്യോഗിക വസതി സ്ഥിതി ചെയ്യുന്നത് മൊണാസ്ട്രിയുടെ താഴ്വരയിലാണ്. ഇവിടെ 32 മീറ്റർ ഉയരമുള്ള മൈത്രേയ ബുദ്ധന്റെ പ്രതിമയുണ്ട്. 2006 നിർമ്മാണം ആരംഭിച്ച് 2010 നിർമ്മാണം പൂർത്തിയായ ഈ ബുദ്ധപ്രതിമ ദലൈലാമയാണ് ഉദ്ഘാടനം ചെയ്തത്. ഷിയോക് നദിയുടെ സമതലത്തിന് മുകളിലായി പാകിസ്ഥാനിലേക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ഈ ബുദ്ധപ്രതിമ ലഡാക്കിലെ ദൃശ്യ
വിസ്മയങ്ങളിൽ ഒന്നാണ്. ലേയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നുബ്ര താഴ്വര ലഡാക്കിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നു. നുബ്ര താഴ്വരയിലെ പ്രധാന ആകർഷണം ഡിസ്കിറ്റിനും ഹൊണ്ടറിനും ഇടയിലുള്ള മണൽത്തിട്ടകളാണ്. തണുത്ത മരുഭൂമി എന്ന പേരിലാണ് ഈ മണൽത്തിട്ടകൾ അറിയപ്പെടുന്നത്. ഇരട്ട മുതുകുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ താഴ്വര. പുരാതന കാലത്ത് മധ്യേഷ്യയുമായുള്ള വ്യാപാര പാതകളിൽ നുബ്ര ഒരു പ്രധാന ഇടത്താവളമായിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഈ ബാക്ട്രിയൻ ഒട്ടകങ്ങൾ. അവ ഇന്ന് വിനോദസഞ്ചാരത്തിലെ പ്രധാന കണ്ണിയായി മാറിയിരിക്കുന്നു.